അല്ല ഡോക്ടറെ, ഇവിടുന്നത്തെ പോലീസുകാരൊക്കെ ഇറങ്ങി പോണേ? പോലീസല്ലേ? ഈ പേപ്പർ തരാൻ വന്നതാ. കോടതി പോകേണ്ട ഡേറ്റാണിത്. നിങ്ങളും കേസ് കുടുങ്ങിയപ്പോ? പല കേസ് നമ്മളെ അടുത്ത് വരൂലേ? പോക്സോ കേസ്, റേപ്പ് കേസ്, മർഡർ കേസ്, ഇതൊക്കെ ഡോക്ടർമാരിലൂടെ വന്ന് കടന്നു പോവില്ലേ? അങ്ങനെ നമ്മളും കുടുങ്ങും. നമ്മൾ കുടുങ്ങിയാൽ നമ്മൾ എന്തായാലും കോടതി കയറി ഇറങ്ങണ്ടേ? അങ്ങനെ ഒരു കേസാണിത്. പോക്സോ കേസാണിത്. എനിക്ക് കോടതി കയറി ഇറങ്ങണം. ഇല്ലാത്തൊരു കോളിലേ. പിന്നെ ഡോക്ടറെ, നിങ്ങൾ കേട്ടില്ലപ്പോ കൗൺസിലിങ്ങും ഇതൊക്കെ നടത്തുന്ന സാറിനെ കൊടുക്ക്. നിങ്ങൾ കേൾക്കണ്ടേ? എന്തോ ഒരു നല്ല മനുഷ്യനാണ് അയാളെ ക്ലാസ്സൊക്കെ നിങ്ങൾ കേട്ടുണ്ടോ? ഞാൻ എന്നും കേൾക്കും. നമുക്ക് പഠിക്കാനുള്ള സാധനം അല്ലാതെ മൂപ്പരെത്തും പറയില്ല. അങ്ങനത്തെ നല്ലൊരു മനുഷ്യൻ. ഖുർആനൊക്കെ നമ്മളടിയിലും തോന്നെ അറിയാം മൂപ്പര് എപ്പോഴും പറയും. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ജന്മം കൊണ്ട് ഞാൻ കോട്ടയം ജില്ലക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്. മലപ്പുറം ജില്ലക്കാർ സ്നേഹമുള്ളവരാണ്. അതൊക്കെ കേൾക്കുമ്പോണ്ടോ കോരിത്തരിക്കും ഡോക്ടറേ. നിങ്ങൾക്കറിയോ, മൂപ്പര് SI ഒക്കെ ഇനിയല്ലോ. എന്നിട്ട് സർവീസിൽ നിന്ന് വിരമ്പി നേരത്തെ പോന്നതാ. എന്തിന്? നമ്മളെ നാട് നന്നാക്കാൻ. ലഹരി മാഫിയും അതും കുട്ടികളൊക്കെ പലയിലും പെട്ടു അല്ലേ. അങ്ങനെ മൂപ്പരെ ക്ലാസ് കേൾക്കാനും മൂപ്പരെ ക്ലാസ് കേട്ട് നന്നാവട്ടെ, നാട് നന്നാവട്ടെ എന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചൊരു മനുഷ്യനെ അത് കേൾക്കുന്നുണ്ടോ? നാട് നന്നാവാൻ വിചാരിച്ച് ഇറങ്ങി തിരിച്ചൊരു മനുഷ്യനാ. ഈ പറഞ്ഞ ലഹരിൻ്റെ ആൾക്കാരോ കുടിക്കായിരിക്കും മൂപ്പരെ. എന്നും പ്രാർത്ഥിക്കണം സത്യാവരുതേ എന്നപ്പാ ഒരു സാറായിപ്പോയി. തീർന്നോ നിങ്ങളത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, പോലീസ് ഒന്നും കാണാതെ അയാളെ അറസ്റ്റ് ചെയ്യില്ലല്ലോ? ഒന്ന്, സ്വന്തം അച്ഛനെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. ഇപ്പം സ്വന്തം വീട്ടിൽ ആരും സേഫല്ല. ബ്രദർ സിസ്റ്റർ റേപ്പ് ചെയ്യുന്നു, എന്തൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു പെൺകുട്ടിയെ, അതും പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ വീട്ടിൽ താമസിപ്പിച്ചിട്ട് കൗൺസിലിംഗ് നടത്തിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിശ്വസിപ്പിച്ചിട്ട് ഈ മാതാപിതാക്കളെ വേണ്ടേ ആദ്യം കൗൺസിലിംഗ് നടത്താൻ? മാതാപിതാക്കൾ എന്ത് വലിയൊരു വിഡ്ഢിത്തരാണ് അത് ചെയ്തത്. പിന്നെ പോക്സോ കേസല്ല, എന്ത് കേസ് നടക്കുമല്ലോ ആ പെൺകുട്ടിയെ കൊണ്ട്. അയാൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഉപയോഗിക്കാമല്ലോ. പിന്നെ എങ്ങനെ നിങ്ങൾ അയാളെ വിശ്വസിക്കുന്നത്? പോലീസ് ഒന്നും കാണാതെ അയാളെ ഇതാക്കില്ല. നിയമത്തിൻ്റെ വഴിയിലൂടെ നീങ്ങട്ടെ. നിങ്ങളവിടെ മിണ്ടാതിരിക്കുക, മനസ്സിലായോ? ഉള്ളതുപോലെ തെളിഞ്ഞു വരും. എന്നാലും ഡോക്ടറെ, ഞാൻ ആലോചിച്ച് നോക്കാം, എങ്ങനെ മൂപ്പരാ മോട്ടിവേഷൻ നമുക്കൊന്ന് കിട്ടുക?